നമുക്കറിയാം, കൃത്രിമമായ രേഖയുണ്ടാക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എങ്ങനെ കൃത്രിമ രേഖയുണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴും കേരളം ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളെല്ലാം ചേർത്ത് ഇവിടെ റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന നില ഉണ്ടായി. പാനൂരിൽ നടന്ന സ്ഫോടനത്തിൽ ഉൾപ്പെട്ടയാൾ എന്ന പേരിൽ മറ്റൊരു ചിത്രം വെച്ച് പ്രചരിപ്പിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ ലെറ്റർ പേഡ് വ്യാജമായി ഉണ്ടാക്കി വ്യാജ വാർത്ത സൃഷ്ടിച്ചു. ഇത്തരത്തിലുള്ള നിരവധി വ്യാജ പ്രചരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് കുപ്രസിദ്ധി നേടിയിട്ട ഒരു ടീം, അശ്ലീല പ്രചരണത്തിന് നല്ല എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു, അവർക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഇന്നേ വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ലാത്ത ഇത്തരമൊരു ശ്രമം. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖയായ നേതാവ്, മുൻ മന്ത്രി, കേരളം ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വനിതകൾക്കിടയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ നേതാവ് സ്ഥാനാർത്ഥിയായ വടകരയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് വ്യാപകമായിട്ട് സൃഷ്ടിക്കുന്നത്. ഇത് ശക്തിയായ രീതിയിൽ കേരളത്തിലെ സ്ത്രീകളും പുരോഗമന മനസ്സുള്ള സമൂഹവും ഒരു സംശയമില്ലാത്ത രീതിയിൽ UDFന് തിരിച്ചടി നൽകും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലും വീണുപോവാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാകെ വളരെ ഫലപ്രദമായി രാഷ്ട്രീയമായി ഇതിനെ നേരിടുകയാണ് വേണ്ടത്. അശ്ലീലത്തിന് അശ്ലീലം കൊണ്ട് മറുപടി പറയുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ല. അത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ ഇല്ലായ്മയാണ്. വളരെ വളരെ മോശമായ UDFന്റെ ഈ ആയുധത്തെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ കരുത്തോടെ ഏറ്റവും ശക്തിയായിട്ട് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് KK ശൈലജ ടീച്ചർ. ആ വിജയം ഉറപ്പായി എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വളഞ്ഞ വഴിയിലൂടെ സൈബർ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്ന വിഭാഗവും UDFും ചേർന്ന് മാധ്യമങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഒന്നും നാളെ വരില്ല എന്ന് എനിക്കറിയാം. അതാണ് നിങ്ങളുടെ നില. ഇതിനു മുമ്പേ ഇക്കാര്യം ടീച്ചറിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വാർത്ത ഒരു പ്രധാനമില്ല. ഏതെങ്കിലും വളച്ചൊടിച്ചൊരു വാചകം വന്നാൽ ഇതിൻ്റെ മേലെ കയറിയിട്ട് വലിയ രീതിയിൽ കേരളവും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നവരാങ്ങളും. പക്ഷേ ഒരു കാര്യവും ചർച്ച ചെയ്യാൻ നിങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയത്. ഈ അശ്ലീല പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ബോധപൂർവം പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ കൂടിയുണ്ട്. അവർ കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കടന്നാക്രമണത്തിന്, അശ്ലീല കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് അടിയന്തരമായി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തെ തടയാനാവില്ല, പ്രത്യേകിച്ച് വടകരയിലും തടയാനാവില്ല. അതാണ് പറയാനുള്ളത്. കൊടുത്തല്ലോ, നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഇത്രയും സജീവമായിട്ട് വന്ന് ഇപ്പോഴാണ്. നേരത്തെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴേ ശൈലജ ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിലില്ലാത്ത രീതിയിലുള്ള അശ്ലീല ചിത്രങ്ങളും അതുപോലെ തന്നെ മോർഫ് ചെയ്ത പടങ്ങളുമാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ ഗ്രൂപ്പിലേക്ക് കൂടി അയച്ചുകൊണ്ടിരിക്കുകയാണ്. തോക്കൊന്ന് കണ്ട ഇമാതിരി കളി കളിക്കാൻ പാടില്ല. അതിന് വേറെ എന്തെല്ലോ പണിയുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. അത്രയേ ഉള്ളൂ. ഇല്ലല്ലോ, ഇവരുടെ എല്ലാം പാരമ്പര്യം അതാണ്. അത് ഇല്ലാന്ന് പറഞ്ഞു. അത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ പാടില്ലല്ലോ. നിങ്ങളിത് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. ആവർത്തിക്കുന്നു UDF. അപ്പോൾ പിന്നെ ഉറപ്പല്ലേ അറിയാമെന്ന്. അത് പറഞ്ഞ മനസ്സിലായാം. അതിനെ മലയാളം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് എനിക്കതറിയില്ല എന്ന് കേക്ക് പറയുന്നത് കേൾക്ക്. അതിനുവേണ്ടി ന്യായീകരിക്കൊന്നും വേണ്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞോ. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കുറേ മുമ്പ് തന്നെ ടീച്ചർ പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു എനിക്കതറിയില്ല, അന്ന് അവസാനിക്കേണ്ടതാണ്.
അറിയില്ല എങ്കിൽ അന്ന് അവസാനിക്കുന്നതാണ്. UDF-കാർ പിന്നെ അറിയില്ലോ, പിന്നെ ഉണ്ടുമില്ലോ, പിന്നെ ഇമാതിരിയുള്ള പരിപാടിക്ക് പോകില്ല. പിന്നെ അറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് രൂക്ഷമായി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വന്നത്. അപ്പോൾ അറിയും എന്നുള്ളതിന് ഉറപ്പാണ്. അതാ കാര്യം. ഇനി ചോദിക്കുകയാണ് ചോദിച്ചു ഇത് അതെന്നെ കൊടുത്തോളാം. കൊടുക്കാലോ, എന്താ കൊടുക്കാതിരുന്ന ആരും കൊടുക്കില്ല പറഞ്ഞ് കൊടുക്കും. അത് പിടിച്ചില്ല എന്നുള്ളത് പിടിക്കട്ടെ, പിടിക്കാം. നിങ്ങളെന്തിനാ ഇത്ര ബേജാറാകുന്നു? ഈ മാധ്യമങ്ങൾക്ക് എന്താ ഇത്ര, ഇതിൽ ചെറിയ ആളുകൾക്ക് എന്താ ഇത്ര വലിയ ബേജാറ്? മാധ്യമങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ്, ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന സമീപനമാണ് നിരവധി മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ശൈലജ ടീച്ചർക്കെതിരായിട്ട് വരുന്ന സൈബർ ആക്രമണത്തെയല്ല നിങ്ങൾക്ക് പ്രശ്നം. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് UDF-ന്റെ ആരെങ്കിലും ഉൾപ്പെട്ടു പോയോ എന്ന് എവിടെയെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.